ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നാളെ കാണുന്നത് സ്റ്റെഫി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പുറത്ത് കിരണും രതീഷും വേലും നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ സ്റ്റെഫിക്ക് ദേഷ്യം കൊണ്ട് അവരുടെ അടുത്തേക്ക് വരുവാണ്. നിങ്ങൾ ജയിച്ചെന്ന് വിചാരിക്കേണ്ട, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയണ്ട് കിരണിനോട്, കിരൺ സാറേ ഇവളെപ്പോഴും അകത്ത് കയറിപ്പോയത് എന്ന് ചോദിക്കുകയാണ്. അതന്നെ ഞാനും ആലോചിക്കണത്, നമ്മൾ മൂന്നുപേരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവളെപ്പോ അകത്ത് കയറിപ്പോയി എന്ന് ഞാൻ ചോദിക്കുകയാണ്. വേലു പറയണ്ട് അകത്ത് കയറി പോയതായിരിക്കും കല്യാണിയും ചേച്ചിനെ കഴിഞ്ഞിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി. എന്താണ് ഈ സത്യങ്ങളൊക്കെ നീ തുറന്നു പറഞ്ഞോ? ഞാനും കിരൺ സാറും ഈ രതീഷ് ഏട്ടനൊക്കെ ജയിലിൽ കിടന്നു എന്നുള്ള സത്യം നീ തുറന്നു പറഞ്ഞോ കല്യാണി ചേച്ചിയെടുത്ത്? അതേടാ പറഞ്ഞു, അവളുടെ മനസ്സിന്റെ സമനില തെറ്റിച്ചാ ഞാൻ വന്നേക്കണത്. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയല്ലോ, ഞങ്ങൾക്ക് കോടതി നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് രതീഷ് പറയുമ്പോഴേക്കും, എടാ നീ നോക്കിക്കോ, ഗംഗപ്രസാദിനെ സ്നേഹിച്ച പെണ്ണാ ഞാൻ, അവന്റെ അതേ വീറും വാശിയും എനിക്കുണ്ട്. നോക്കിക്കോ, നിന്നെയും ഈ രതീഷിനെയും ഈ വേലുവിനെയും ഈ മൂന്ന് പേരെ ഞാൻ എണ്ണിപ്പിക്കും. നിങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് എന്റെ ഗംഗേനെ കൊന്ന്, എനിക്ക് നന്നായിട്ട് അറിയാം. ഗംഗനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞാൻ, എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടാളികൾ പുറത്തുണ്ട്. ആരും നിങ്ങളെ വെറുതെ വിടില്ല, എല്ലാവരും നിങ്ങളെ പണി തന്നിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ ഓരോരുത്തരായിട്ട് ഇല്ലാതായിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടി പോകുവാണ് എന്നൊക്കെ സ്റ്റെഫി പറയണം. കിരൺ പറയണ്ടേ, എടി പോടി, ഇറങ്ങി പോടി, നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഗംഗപ്രസാദിനെ മാത്രം സ്നേഹിച്ച പെണ്ണ്, ഗംഗപ്രസാദ് നിന്നെ ഒരുപാട് സ്നേഹിച്ചു, അങ്ങനെ ഇങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ നീ പറയുന്നുണ്ടല്ലോ. എടി നിനക്ക് കുറച്ച് നാണം ഉണ്ടോടി, കുറച്ച് ഉളുപ്പുണ്ടോ? അല്ല വേറൊന്നല്ല ഞാൻ ചോദിക്കണത്, ഈ പറയുന്ന ഗംഗപ്രസാദ് നിന്നെ മാത്രം സ്നേഹിച്ച്, ചിലപ്പോ നീ പറഞ്ഞ ശരിയായിരിക്കും, നീ സ്നേഹിച്ചത് ഗംഗപ്രസാദിനെ മാത്രമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഗംഗപ്രസാദെ നിന്നെ മാത്രമല്ലടി സ്നേഹിച്ചേക്കണ, കാണാൻ കൊള്ളാത്ത പെണ്ണുങ്ങളെ കാണുമ്പോഴേ അവനും ഒരു അസുഖമുണ്ട്, മനോഹറിന്റെ അതേ അസുഖം. അവൻ ആ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് വീഴ്ത്തുന്ന അസുഖം. കാട്ടിൽ പോയപ്പോ അമലുവിന്റെ പുറകെ ഒരുപാട് നടന്നിട്ടാണ് അമലുവിനെ വീഴ്ത്തിയത്. അതുപോലെ തന്നെ പല നാടുകളിൽ പല വേഷത്തിൽ പോകുമ്പോഴും അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ അവൻ വീഴ്ത്താറുണ്ട്. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവൻ. സ്റ്റെഫി പറയണ്ടടാ, മരിച്ചുപോയ ഗംഗനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. വേലു പറയണ്ട്, അനാവശ്യമല്ല, കിരൺ സാർ പറഞ്ഞ സത്യം തന്നെയാണ്. അവന് പെണ്ണുങ്ങളെ കാണുമ്പോഴേ ഒരു ഇളക്കമൊക്കെ ഉണ്ട്. നിന്നെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവന്റെ കൂടെ എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ അവൻ കൂടെ നിർത്തിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറയണം. നോക്കിക്കൂടെ, നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നത് സ്റ്റെഫി അവിടുന്ന് പോകുവാട്ടോ. ആ സമയത്ത് കിരൺ പറയണ്ട്, അവള് പറഞ്ഞത് നമ്മൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞെങ്കിലും അവളെ സൂക്ഷിക്കണം, അവളുടെ കൂടെയുള്ളവരെയും സൂക്ഷിക്കണം, എല്ലാത്തിനെയും സൂക്ഷിക്കണം. കാരണം ഇവരിന്ന് മുൻപിൽ കൂടി വന്ന് തല്ല് ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, പിന്നിൽ കൂടി വന്നിട്ട് കുത്തുന്ന ആൾക്കാരായിട്ട് അവരെയൊക്കെ സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകിച്ച് ആ സിയയ്ക്ക്, അയാളിപ്പോ അടി കിട്ടിയ സിംഹത്തെ പോലെ എഴുന്നേറ്റ് വരുന്ന സമയമായിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ സി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ദേഷ്യത്തോടെ നിൽക്കാട്ടോ. അപ്പൊ എസ് ഐനെ വിളിക്കുന്നുണ്ട്, എസ് ഐ വരുന്നുണ്ട്. എന്താ സാർ, എന്നെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു, എന്നെ കോടതിയിൽ നാണം കെടുത്തി ആ നവീൻ എന്ന് പറഞ്ഞ വക്കീലും. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കിരണും വേലും രതീഷും കൂടി ചേർന്ന് തന്നെയാണ് ഗംഗപ്രസാദിനെ ഇല്ലാതാക്കിയത്. അതിൽ ആ കിരൺ ഉണ്ടല്ലോ, അവനാണ് ഇതിന്റെ മാസ്റ്റർ പീസ്, അവനാണ് ഒന്നാം പ്രതി എന്ന് പറയണം. അപ്പൊ എസ് ഐ പറയണ്ട, സാർ ഇത് ഈ കേസ് കോടതിയിൽ പോയിട്ട് അവരെ വെറുതെ വിട്ടതല്ലേ സാർ, ഇനി ഈ കേസിന്റെ പിന്നിൽ നമ്മൾ പോണോ എന്ന് എസ് ഐ ചോദിക്കുമ്പോ സി എ പറഞ്ഞിടോ, താൻ വരുന്നില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിലും എനിക്കറിയാടോ താൻ ആ കിരണിന്റെയും ചന്ദ്രസേനന്റെയും ആളാണെന്ന്, അതുകൊണ്ട് താൻ ചിലപ്പോ വരത്തില്ല, താൻ വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും. ആ ഗംഗപ്രസാദ് ശവം ഉണ്ടല്ലോ, ആ ശവം അവര് കുഴിച്ചിട്ടേക്കണത് ആ കിരണിന്റെ പറമ്പിൽ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്, നമുക്ക് ഇപ്പൊ തന്നെ അവിടേക്ക് പോണം എന്ന് പറഞ്ഞിട്ട് എസ് ഐനെയും കൂട്ടിക്കൊണ്ട് ആ സി നേരെ പോണത് കിരണിന്റെ ആ ഒരു പറമ്പിലേക്കാട്ടോ. അപ്പൊ അവിടെ ശാന്തമ്മ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടേക്ക് പോലീസ് ജീപ്പ് വരുമ്പോ ശാന്തമ്മ ചേച്ചി, ഇതുങ്ങൾ പിന്നെ വന്നോ, വേഗം തന്നെ കിരൺ മോനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കിരണിന്റെ ഫോണിൽ വിളിക്കുകയാണ്. ഹലോ കിരൺ സാറേ, ഞാനാ ശാന്തമ്മ ചേച്ചി. എന്താ ശാന്തമ്മ ചേച്ചി? അതെ, ആ സി ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചി വാതിൽ തുറന്നു? ഇല്ല, ഞാൻ ജനലിൽ കൂടി നോക്കിയപ്പോ കണ്ടതാണ്. ഇയാൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണാവോ? അറിയില്ല സർ, കൂടെ കുറെ പണിക്കാരൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. സാർ എത്രയും പെട്ടെന്ന് കൂടെ വാട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞെന്ന് പറയല്ലേ, പിന്നെ അയാൾക്ക് അത് മതി. ശരി ശാന്തമ്മ ചേച്ചി, ചേച്ചി വെച്ചോ എന്ന് പറയണം. ശേഷം ആ ശാന്തച്ചിയുടെ കൂടെ നമ്മുടെ അമലും ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ വേലുനോട് രതീഷിനോട് പറയണ്ട് കിരണ്, ആ സിയെ വീണ്ടും വീട്ടിലേക്ക് വന്നെന്ന ശാന്തമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞത്. ഓ, അയാളെ കൊണ്ട് വല്ലാത്ത തലവേദനയായല്ലോ സാറേ എന്ന് രതീഷ് പറയാണ്. അതേടാ, എനിക്കും അതാ മനസ്സിലാത്തത്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് വേലും രതീഷും കിരണും കൂടി ചേർന്ന് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നേരെ കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോഴേക്കും ഈ സിയെ ആണെങ്കിൽ ആ രണ്ടു മൂന്ന് പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവരത് പറയണ്ട്, ഈ പിന്നാമ്പുറത്ത് ആ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ടല്ലോ, ആ തെങ്ങ് പറിച്ചു കളഞ്ഞിട്ട് അവിടെ കുഴിയെടുത്ത് നോക്കാൻ വേണ്ടി
വേണ്ടി പറയാണ്. കിരണും വേലും രതീഷും വരുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ ഈ സിയെ പറഞ്ഞ ആൾക്കാര് അവളുടെ തെങ്ങും തൈ എടുത്ത് പറിച്ച് പുറത്തേക്ക് കളയാട്ടെ. അപ്പൊ തന്നെ ശാന്തമിച്ച് വരുന്നുണ്ട്. അയ്യോ സാറേ, എന്തിനാ സാർ ആ തെങ്ങും തൈ എടുത്ത് കളഞ്ഞത്? നല്ലൊരു തെങ്ങും തൈ ആയിരുന്നു, എന്തിനാ സാർ അതെടുത്ത് കളഞ്ഞത്? അതെ, പോലീസിനോട് ചോദ്യം വേണ്ട എന്ന് ശാന്തമച്ചിനെ ഭീഷണിപ്പെടുത്തി നിർത്താണ് സിയെ. എന്റെ പണിക്കാർക്ക് പറയേണ്ട, ശേഷം വേഗം കുഴിക്ക്, ഉള്ളിലേക്ക് കുഴിക്കണം, എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും അത്രത്തോളം ഉള്ളിലേക്ക് കുഴിച്ചു കുഴിച്ചു പോകണം എന്ന് പറയണം. അങ്ങനെ അവർ 5-6 പണിക്കാരുണ്ട്. അവർ ആ തെങ്ങും തൈ അവിടുന്ന് എടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടേ ഇരിക്കാട്ടോ. അവിടെ വേലും രതീഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ഈശ്വര, ഇപ്പൊ ശവം കിട്ടുമല്ലോ, ഇപ്പൊ ശവം കിട്ടുമല്ലോ. അപ്പൊ അമലും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാണ്, എന്താണ് ഇവര് കാണിച്ചു കൂട്ടണേന്ന്. പക്ഷെ കിരണ് ഒരു പേടിയില്ല കേട്ടോ. കാരണം കിരണും ആ ശവം ഉണ്ടല്ലോ, ഇവര് കുഴിച്ചിട്ട ദിവസം തന്നെ എടുത്ത് മാറ്റിയായിരുന്നു. ഒരു തരിമ്പ് പോലും അവിടെ കിടക്കുന്നില്ല, ചോരയുടെ പാടോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഈ പണിക്കാരെല്ലാരും കൂടി ഇങ്ങനെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുഴിച്ച് ഒരുപാട് ആഴത്തിൽ പോയിട്ടോ. പണിക്കാർ പറഞ്ഞു, സാറേ ഇവിടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എടോ നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, ശരിക്കും കുഴിക്കണോ എന്ന് പറയണം. പണിക്കാർ വീണ്ടും വീണ്ടും കുഴി എടുത്തോണ്ടേ ഇരിക്കണം. അവസാനം വെള്ളം വരുന്ന പരുവത്തിലായിട്ടോ. അപ്പോഴേ കിരൺ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. സിയെ നാണം കെട്ടു പോവാട്ടോ. കിരൺ ചോദിക്കണ്ടേ, എന്താ സാറേ, സാറിന്റെ പ്രതീക്ഷിച്ച സംഭവം ഇവിടെ നിന്ന് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പം ഇവിടെ നിന്ന് നീ അത് മാറ്റിയല്ലേ? സാറേ, എന്ത് മാറ്റിയ കാര്യമോ പറയണത്? എനിക്കൊന്നും അറിയില്ല എന്ന് കിരൺ പറയുമ്പോൾ, എനിക്ക് മനസ്സിലായടാ, ഇവിടെ കിടന്ന ശവം നീ എടുത്ത് മാറ്റി. എനിക്ക് ഉറപ്പാണ് ഇവിടെ തന്നെയാണ് നിങ്ങൾ ഗംഗപ്രസാദിന്റെ ശവം കുഴിച്ചിട്ടത്. ശേഷം പോലീസ് അന്വേഷണം വരുമെന്ന് നീ മനസ്സിലാക്കിയ നീ ആ ശവം കുഴി തോണ്ടി നീ എവിടേക്കോ ഒളിപ്പിച്ചു വെച്ചതാണ്. അതെ, ഞാനേ അത് ഒളിപ്പിച്ച് എന്റെ ബെഡ്റൂമിൽ ഒളിപ്പിച്ചു വെച്ചു. എന്താ, അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സി അവിടുന്ന് പോവാട്ടോ. അങ്ങനെ സിയെ കൊണ്ടുള്ള ശല്യം തീർന്നു. കാരണം അയാൾക്ക് സംശയമുള്ള ഭാഗത്തൊക്കെ കുഴിച്ചു നോക്കി, അവിടെ ഒന്നും ഗംഗപ്രസാദ് ഇല്ല. അങ്ങനെ സിയെ പോയിക്കുമ്പോഴേക്കും രതീഷും വേലും കൂടി കിരണിനോട് ചോദിക്കേണ്ട, സാറേ ഇവിടെ കിടന്നത് ശവം എവിടെ പോയി? ഗംഗയുടെ ശവം നമ്മൾ ഇവിടെ തന്നെയല്ലേ കുഴിച്ചിട്ടത്? അപ്പൊ കിരൺ പറയുന്നുണ്ട്, അത് നിങ്ങൾ അറിയണ്ട, ഗംഗയുടെ ശവം അന്ന് രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് മാറ്റി. കല്യാണി എടുത്ത് സത്യങ്ങൾ പറഞ്ഞ ദിവസം തന്നെ എടുത്ത് മാറ്റി. കാരണം അത് ആരും ആയിട്ട് ഇനി അറിയണ്ട, അത് എവിടെയാണെന്ന് നിങ്ങളും അറിയണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതോടെ ഗംഗപ്രസാദിന്റെ കേസ് തീർന്നു എന്ന് പറയണ്ട. അങ്ങനെ ഗംഗപ്രസാദിന്റെ കേസ് തീർന്നു, കാര്യങ്ങളൊക്കെ തീർന്നു, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മുടെ സരയുവിനെ എണ്ണിനെ കാണിക്കാൻ വേണ്ടി പോണട്ടോ. സരയു വീണ്ടും കിരണിനെ നേടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി ഹോസ്പിറ്റലിൽ കിടക്കാണല്ലോ, അവൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചെയ്യണം. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിരൺ ഉണ്ടാവും, ശാന്തമച്ചിട്ടുണ്ടാവും, അമലും ഉണ്ടാവും, കാർത്തിക, കാദംബരി, രതീഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കൊന്നാലോ എന്ന് പോലും സരയു വിചാരിക്കേണ്ട. അങ്ങനെ സരയുവിന്റെ മുഖം മൂടി മറ നീക്കി പുറത്തു വരാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതെ, സരയു ആണ് യഥാർത്ഥ വില്ലത്തി എന്ന് കിരൺ അറിയാൻ പോണ. അതറിഞ്ഞു കഴിഞ്ഞാൽ കിരൺ തന്നെയായിരിക്കും സരയുവിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പോണത്. പിന്നെ രതീഷും വേലും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ. പ്രകാശം ജയിലിൽ പോകുന്ന ക്ലൈമാക്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രകാശം ജയിലിൽ പോകുന്നെന്ന് പറഞ്ഞു കേട്ടോ. അല്ലാതെ ഞാനായിട്ട് പറഞ്ഞ റിവ്യൂ അല്ല, ഇവര് തന്നെ ക്ലൈമാക്സിൽ പറഞ്ഞാണ് മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി പ്രകാശം ത്യാഗം ചെയ്യുന്നു എന്ന്. അപ്പൊ അതിനർത്ഥം ജയിലിൽ പോകുന്നു എന്നല്ലേ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.